ചേട്ടാ, ഈ മൊബൈൽ പ്രീപെയ്ഡ് മൊബൈൽ അതിൻ്റെ റീചാർജിൻ്റെ നിരക്കുകളൊക്കെ കൂട്ടാൻ പോകണമെന്ന് പറയുന്നു. സമസ്ത മേഖലയിലും വിലവർധനവും ഇന്ധന പെട്രോൾ ഡീസൽ പ്രതിസന്ധി ഒക്കെ ഉണ്ട്. നാട്ടുകാർ നട്ടം തിരിഞ്ഞിരുന്ന സമയത്ത് മൊബൈൽ വഴിയും പണി കിട്ടാൻ പോവുകയാണ്. എന്താ സംഭവം? അത് ഈ പ്രീപെയ്ഡുകാരെയൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. നമ്മളെല്ലാം പ്രീപെയ്ഡിൽ നമ്മൾ പിടിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഇത്ര GB ഇത്ര കുറഞ്ഞ തുകയ്ക്ക് ഇത്ര ദിവസം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ എല്ലാം പുറകെ പോകുന്നത്. അപ്പോൾ സാധാരണക്കാരന് പണി കൊടുക്കത്തക്ക രീതിയിൽ തന്നെയാണ് ഈ റീചാർജ് വർധനവിൻ്റെ, അതായത് റീചാർജിൻ്റെ ചിലവ് 15% വരെയാണ് ഒരു വർദ്ധിപ്പിക്കാൻ പോകുന്നത്. ഇപ്പോൾ പിന്നെ പ്രേം പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഈ വില വർധനവ് സാധാരണക്കാരൻ്റെ വിഷയങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഇനി അതിൻ്റെയും കൂടെ കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് അടുത്ത 3-4 മാസത്തെ കാലയളവിൽ മൊബൈൽ കമ്പനികൾ റീചാർജ് നിരക്ക് വർദ്ധിപ്പിക്കുമെന്നാണ് വിവരം. അത് BSNL അടക്കം എന്നുവെച്ചാൽ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ എത്ര കമ്പനികളാണ് ഉള്ളത്? ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള കമ്പനികൾ എന്ന് പറയുമ്പോഴത്തേക്ക് എയർടെല്ലുണ്ട്, ഭാരതി എയർടെല്ലുണ്ട്, റിലയൻസ് ജിയോ ഉണ്ട്, വോഡാഫോൺ ഐഡിയ ഉണ്ട്. വോഡാഫോൺ ഐഡിയയും കൂടെ ഒരുമിച്ചായതാണ് VI. അപ്പോൾ ഇവർ ഈ 3 കമ്പനികളാണ് ഈ നിലവിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത്തരത്തിൽ മൊബൈൽ റീചാർജ് വർദ്ധിപ്പിക്കുന്നത് 12 മുതൽ 15% വരെയാണ് വർദ്ധിപ്പിക്കാൻ പോകുന്നത്. അത് ബ്രോക്കറേജ് സ്ഥാപനമായ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റിസർച്ചിൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ അത് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ ചുമ്മാ അങ്ങ് കയറി അവർ കൂട്ടാൻ പോകുന്നതല്ല. ഈ കമ്പനികൾ എല്ലാവരും കൂടെ ചേർന്ന് സംയുക്തമായിട്ട് എടുക്കുന്ന തീരുമാനമാണ്. കാര്യം ഈ ഉപഭോക്താക്കൾ എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയിൽ നിന്ന് ഇപ്പം നമ്മൾ വാങ്ങിയപ്പോൾ ഉള്ള പിന്നെ കമ്പനി ഇപ്പം നമ്മൾ VIയിൽ തുടങ്ങി ഇപ്പം നമ്മൾ എയർടെല്ലിൽ നിൽക്കുന്നവർ എത്രയോ പേരുണ്ട്. കാര്യം നമുക്ക് കിട്ടുന്നതിൻ്റെ നെറ്റിൻ്റെ ഒരു ഇതനുസരിച്ചാണ്. അപ്പോൾ ഇങ്ങനെ ടെലികോം വിപണി ഏകീകരണമാണ് വിലവർദ്ധനവിന് അനുകൂലമായ ഈ കമ്പനി നമ്മളിപ്പോൾ പറഞ്ഞ കമ്പനികളുടെ അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് ഏകീകരിച്ചാണ് അവർ ഈ വില വർധനവിനെക്കുറിച്ച് ആ ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പൊതുമേഖലാ കമ്പനി മുതൽ സ്വകാര്യ കമ്പനികൾ മാത്രമുള്ള വിപണിയുള്ള ഈ അന്തരീക്ഷത്തിലാണ് വില വർധനവ് കൂടുതൽ അനുകൂലകരമാണ് എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇവരെല്ലാവരും കൂടെ ചേർന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേസമയം ജൂൺ പാദത്തിൽ കമ്പനികളും ഉപഭോക്താക്കളിൽ നിന്നുള്ള ശരാശരി വരുമാനം വർദ്ധിപ്പിച്ചേക്കാം എന്ന റിപ്പോർട്ടും ഉണ്ട്. ഈ ജൂൺ മാസത്തിലും ഇതേപോലെ വർദ്ധിപ്പിച്ചേക്കാം എന്ന റിപ്പോർട്ടും വരുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മളിപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ നമ്മളിപ്പം ഗൂഗിൾ പേ വഴി നമ്മൾ ചാർജ് ചെയ്തതിൻ്റെ നേരെ എനിക്ക് ഈ അടുത്തിടയ്ക്ക് ഒരു 400 രൂപ എങ്ങാണ്ട് അങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ സ്വന്തം ഫോണിൽ നിന്നല്ല ഞാൻ ചാർജ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും വിളിച്ച് പറഞ്ഞിട്ട് ഇത്ര രൂപ ഇട്ടിട്ട് ഞാൻ കാശ് തന്നേക്കാം, അല്ലെങ്കിൽ വീട്ടുകാരോട് പറഞ്ഞിട്ട് എൻ്റെ ഈ നമ്പറിലേക്ക് ഒന്ന് ചാർജ് ചെയ്തേക്കണേ. അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഈ 2Gയിൽ നിന്ന് കൂടുതൽ പേര് 4Gയിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ വോഡാഫോൺ ഐഡിയയെ പിന്നിലാക്കി ഭാരതി എയർടെല്ലും റിലയൻസ് ജിയോയും വരിക്കാരുടെ വിപണി വിഹിതം വർദ്ധിപ്പിക്കുന്നത് തുടരുമെന്നും സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റിസർച്ചിൻ്റെ 1ാം പാദ ടെലികോം ഇൻ്റർനെറ്റ് മേഖല അവലോകന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇപ്പം 2Gയിൽ നിന്ന് 4Gയിലോട്ട് ആകുമ്പോഴത്തേക്ക് ഇപ്പം കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ മാറിപ്പോകുന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടും പറയുന്നുണ്ട്. ഏതായാലും ഡേറ്റ ഉപയോഗം വർദ്ധിപ്പിക്കുക വഴി ഉപഭോക്താവിൽ നിന്നുള്ള ശരാശരി വരുമാനം വർദ്ധിപ്പിക്കാനാണ് ടെലികോം കമ്പനികൾ ലക്ഷ്യമിടുന്നത്. അതിപ്പോൾ എങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്? അവർ 4G 5G ഉപയോഗം വർദ്ധിപ്പിക്കുന്ന കൊണ്ടാണ് ഇങ്ങനെ ഇത് ഉണ്ടാകുന്നത്. മലയാളികൾ ഇപ്പം എൻ്റെ ഒരു നമ്പർ വോഡാഫോൺ എന്ന് പറയുന്നത് 4G ആണ് വരുന്നത്, വേറെ എയർടെൽ ഒരെണ്ണത്തിൽ 5G ആണുള്ളത്. അപ്പോൾ 4G 5G ഉപയോഗമാണ്. ഡേറ്റ ഉപയോഗത്തിൻ്റെ വർധനവനുസരിച്ച് ഇപ്പം നമുക്ക് നെറ്റില്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. നെറ്റ് അത്ര കണ്ട് പിന്നെ ഫോൺ ഉപയോഗം നമുക്ക് വളരെ കൂടുതൽ നമ്മൾ കൂടുതൽ ചാർജ് ചെയ്യും. കൂടുതൽ നമ്മൾ ചാർജ് ഒരു മാസം ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ 300 രൂപയ്ക്ക് 400 രൂപയ്ക്ക് ചാർജ് ചെയ്യുന്നവർ ഇത് തികയാതെ വരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വീണ്ടും ചാർജ് ചെയ്യും. അപ്പോൾ ആ കാശ് അവർക്കല്ലേ പോകുന്നത്, ഡേറ്റ ഉപയോഗം. അപ്പോൾ ഓരോ ഉപഭോക്താവിൽ നിന്നുള്ള ഡേറ്റ ഉപയോഗം ശക്തമായി തുടരുമെന്നാണ് ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ നിലവിൽ ജിയോ എയർടെല് പിന്നെ ഒരു 90% ജില്ലകളിലും 5G സേവനം കൊടുക്കുന്നുണ്ട്. ജിയോയും എയർടെല്ലും നമ്മളതാ ഇപ്പോൾ പറഞ്ഞത്. VIക്ക് ഇപ്പം 4 ഒക്കെയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ സ്ഥാനത്ത് ജിയോയും എയർടെല്ലും 5G ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഏരിയ 5G സേവനം എത്തിക്കാനാണ് കമ്പനികൾ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ലക്ഷ്യമിടുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഈ ഡേറ്റ ഉപയോഗം കൊണ്ട് കാശ് കൂടാനേ സാധ്യതയുള്ളൂ. കാശ് കൂടുന്നത് ഈ പറയുന്ന അവരെല്ലാം കൂടി ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പണിയാണ് ഇത് തരാൻ പോകുന്നത്. ഇപ്പോൾ 2024 രാജ്യത്ത് പൂർണ്ണതോതിൽ കമ്പനികൾ റീചാർജ് നിരക്ക് വർദ്ധിപ്പിച്ചത് 2024. പിന്നെ 19-21% നിരക്ക് വർധനവ് അന്ന് അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. 2025 അടിസ്ഥാന പ്ലാനുകളിൽ മാറ്റം വരുത്തി ജിയോയും എയർടെല്ലും എൻട്രി ലെവൽ പ്ലാനുകൾ ഒഴിവാക്കി.
മനസ്സിലായില്ലേ? പിന്നീട് പ്രതിദിനം 1 GB 249 രൂപ പ്ലാൻ, എയർടെലിൻ്റെ പ്ലാൻ അങ്ങ് ഇപ്പോൾ അവർ ഒഴിവാക്കിയിട്ടുണ്ട്. 1 GB എന്നുള്ളത് ഇപ്പോൾ 1.5 GB പ്ലാനുകളിലേക്ക് അത് മാറ്റി. ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ നമ്മൾ ഈ പ്രീപെയ്ഡിനെ കുറിച്ച് നമ്മളിപ്പോൾ സംസാരിച്ചല്ലോ. പ്രേമനറിയോ, ഒരു സമയത്ത് ഈ പോസ്റ്റ് പെയ്ഡ് ഞാൻ എടുത്തിരുന്ന ഒരാളാണ്. എൻ്റെ കയ്യിൽ നിന്ന് എന്തുമാത്രം കാശ് പോയിട്ടുണ്ടെന്ന് അറിയാമോ? കാര്യം അതിൻ്റെ റെൻറ്റ് കാശ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എമൗണ്ട് നമ്മളിന്ന് വാങ്ങും. വിളിക്കുന്ന കോളിൻ്റെ കാശ് എന്ന് പറഞ്ഞ് നമ്മൾ ചെന്ന് ബില്ലിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഡീറ്റെയിൽ ചോദിക്കുമ്പോൾ ഈ പറയുന്ന എല്ലാം കൂടെ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. കാര്യം എന്ന് പറഞ്ഞാൽ പ്ലാൻ ചിലപ്പോൾ 400 ആയിരിക്കും, 400ൻ്റെ ഒരു പ്ലാൻ ആയിരിക്കും. പക്ഷേ ഈ എൻ്റെ പിന്നെ റെൻറ്റിൻ്റെത്, വിളിച്ച ഇതെൻ്റെ അങ്ങനെ ഇങ്ങനെ മെസ്സേജിൻ്റെ കാശ് ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം അതിൽ നിന്ന് ഞാൻ മാറുകയാണ് ചെയ്തത്. പോസ്റ്റ് പെയ്ഡിൽ നിന്ന് എത്രയോ വർഷം പോസ്റ്റ് പെയ്ഡിലുണ്ടായിരുന്ന. അപ്പോൾ തീർച്ചയായിട്ടും 1.5G പ്ലാനുകളിലേക്ക് ഡാറ്റ ഉപയോഗം മാറ്റി അതിൻ്റെ വർധനവ് പിന്നെ അനുവദിക്കുക വഴി അധിക വരുമാനം ഏതാണ്ട് കിട്ടുക എന്നുള്ളതാണ് കമ്പനി നോക്കുന്നത്. അതായത് 1 GB 249 രൂപയാണ് ഇവർ കണ്ടിരുന്നത്. അതിപ്പോൾ 1.5GB പ്ലാനുകളിലേക്കാണ് മാറിയിട്ടുള്ളത്. ഏതായാലും ഇതിലൂടെ ഇത്തരത്തിൽ കമ്പനികൾ ഒരുമിച്ച് ഏകീകരിക്കുന്ന ഇത്തരത്തിലൊരു പദ്ധതി എന്ന് പറയുന്നത് 2 മാസത്തിനകത്ത് ഇത് നിലവിൽ വരും. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന പ്ലാനുകളായിരിക്കില്ല. നമ്മൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. ഇപ്പോൾ 2 GB അല്ലെങ്കിൽ അൺലിമിറ്റഡ് പ്ലാന്, ആ പ്ലാൻ ഈ പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇപ്പോൾ 99 രൂപയ്ക്ക് ചാർജ് ചെയ്യുന്നവരും 100 രൂപയ്ക്ക് ചാർജ് ചെയ്യുന്നവരും 199 രൂപയ്ക്ക് ചാർജ് ചെയ്യുന്നവരും ഒക്കെ വലിയ പ്ലാനുകളിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് തന്നെ പോകും. പോക്കറ്റ് കീറും എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇതിൽ ഞാനിത് ഈ കാര്യങ്ങൾ നോക്കിയപ്പോൾ മനസ്സിലായി എനിക്ക് കുറച്ച് സംഗതികൾ കൂടിയുണ്ട്. അതായത് എന്തുകൊണ്ട് ഈ മൊബൈൽ കമ്പനികൾ ഈ നിരക്ക് വർധനവ് നടപ്പിലാക്കുന്നതിന് അവർ പറയുന്ന ന്യായീകരണം ഇനിയുള്ള കാലം 5G ആണ്. അതെ, 5G വെക്കുമ്പോൾ വെറുതെ ഒരു പ്രഖ്യാപനം മാത്രം നടത്തിയാൽ പോരാ, അതിന് അതിൻ്റെതായ ഫെസിലിറ്റീസ് ഒരുക്കണം. അതെ, പുതിയ ടവറുകൾ വേണം, അതിൻ്റെതായ മെക്കാനിസം ഒരുക്കണം. അപ്പോൾ അതിനൊക്കെ ഇവരുടെ മുടക്കുമുതൽ ചെലവ് വല്ലാണ്ട് കൂടും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. അപ്പോൾ അത് കൂടുമ്പോൾ അത് ഞങ്ങളുടെ പ്രവർത്തന ചെലവ് വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ അത് ഞങ്ങളുടെ വരുമാനത്തെ ബാധിക്കും. അപ്പോൾ അത് മേക്കപ്പ് ചെയ്യാനായിട്ടുള്ള വഴി എന്ന രീതിയിലാണ് ഈ പുതിയ നിരക്ക് വർധനവ് വരുന്നത്. അത് മാത്രമല്ല, ഈ ഫോൺ ഉപയോഗത്തിന്റെ ട്രെൻഡ് അങ്ങ് മാറി. മുൻകാലങ്ങളിൽ അതൊരു ആശയവിനിമയ ഉപാധിയായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊരു എന്റർടൈൻമെന്റ് ഉപാധിയാണ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ നമുക്കിപ്പോ ഒരാളെ സംസാരിക്കുക എന്നതിലുപരി നമുക്കിപ്പോ ഇന്റർനെറ്റ് ആണ് മൊബൈൽ ഫോണിൽ അത്യാവശ്യമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇപ്പോ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പര സംസാരത്തിനുള്ള ചെലവിനേക്കാൾ കൂടുതലാണ് ഇന്റർനെറ്റ് ഫെസിലിറ്റി കൊടുക്കുന്നത്. തീർച്ചയായും വാട്സാപ്പിൽ കൂടെ മെസ്സേജ് അയച്ചു കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇവിടെ ഒരു ശരാശരി ഒരു കണക്കെടുക്കുമ്പോൾ ഒരു മൊബൈൽ ഉപഭോക്താവ് ഒരു മാസം ഉപയോഗിക്കുന്ന ഡാറ്റ എന്ന് പറയുന്ന ആവറേജ് 21 GB ആണ്. അപ്പോൾ ഇന്റർനെറ്റ് ചെലവ് വല്ലാണ്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇവർക്ക് മീറ്റപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇതൊരു സ്വകാര്യവൽക്കരണം നടപ്പിലാക്കിയതിന് ശേഷം ഈ ഓഫറുകൾ കൊടുക്കുന്നതിൽ ഒരു മത്സര സ്വഭാവമുണ്ട്. മനസ്സിലായി. അപ്പോൾ പരമാവധി ഇന്റർനെറ്റ് സേവനം കൊടുത്താണ് ഇവർ ആളുകളെ ആകർഷിച്ചുകൊണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ ചെലവുകൾ കൂടുന്നു. അപ്പോൾ ഈ പഴയ നിരക്കുകൾ വെച്ച് പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവർ ഈ നിരക്ക് വർധനവിന്റെ ഭാരം നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് കിട്ടാതിരിക്കാൻ അവർ ബുദ്ധിപൂർവ്വം മറ്റൊരു പരിപാടി കൂടി ചെയ്തു. ഈ 2G കണക്ഷൻ എന്ന് പറയുന്ന സംഗതി, അതായത് ഫോൺ സംഭാഷണം മാത്രം, നെറ്റില്ല. ഈ 2G എന്ന് പറയുന്ന പരിപാടി അവർ കുറെയൊക്കെ അങ്ങ് ഡിസ്കറേജ് ചെയ്യാൻ തുടങ്ങി. അത് പ്രോത്സാഹിപ്പിക്കാതെ വന്നു. സാധാരണഗതിയിൽ നമ്മളിപ്പോൾ പുതിയ കാലഘട്ടത്തിൽ മൊബൈൽ റീചാർജ് എന്ന് പറയുന്ന ഇപ്പോൾ വാട്സാപ്പ്, ഗൂഗിൾ പേ അതേപോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴിയാണല്ലോ. ഇതിൽ ഈ 2G സംവിധാനം, അതായത് ഫോൺ വിളിക്കൽ മാത്രമുള്ള റീചാർജ് വൗച്ചറുകളെ കുറിച്ച് അവരങ്ങനെ കാര്യമായിട്ടൊന്നും പറയില്ല, പരസ്യപ്പെടുത്തില്ല. അവർ ഏതെങ്കിലും ഒരു മൂലയിൽ ഇങ്ങനെ ഇട്ടേക്കും. കൂടാതെ ഇന്റർനെറ്റ് ഫെസിലിറ്റി ഉള്ള അവർക്ക് കുറച്ചുകൂടി ലാഭം കിട്ടുന്ന സംഗതികൾ മാത്രം പുറത്തു വരുള്ളൂ. അപ്പൊ നമ്മൾ തപ്പിച്ചെല്ലുമ്പോൾ ഇത് മാത്രമേ കാണുള്ളൂ, നമ്മളത് അങ്ങോട്ട് റീചാർജ് ചെയ്യും. തീർച്ചയായിട്ടും ഇത് റീചാർജ് ചെയ്താലോ പഴയ കാലങ്ങളിൽ 30 ദിവസം വരെ ഉപയോഗിക്കാമായിരുന്നു. ഇതിപ്പോ അത് വെട്ടിച്ചുരുക്കി 28 ദിവസം. ഇപ്പൊ എന്റെ അച്ഛൻ മരിക്കുന്നത് വരെ ഉപയോഗിച്ചിരുന്ന സാധാ ഫോണാണ്. പക്ഷെ ജീവിതകാലം മുഴുവൻ അദ്ദേഹം ഇന്റർനെറ്റിന് വേണ്ടി റീചാർജ് ചെയ്തിരുന്നു. അതും കൂടി ആവശ്യമില്ലാതെ. അതായത് ഇതിനെക്കുറിച്ച് കഴിഞ്ഞ മാർച്ചിലോ മറ്റോ രാഘവ് ഛത്ത, നമ്മുടെ ആം ആദ്മി ഇപ്പൊ BJPയിലേക്ക് പോയി, അദ്ദേഹം പാർലമെന്റിൽ പ്രസ്താവന നടത്തിയപ്പോഴാണ് ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് ഇവിടുത്തെ ഭരണകർത്താക്കൾ പോലും ആലോചിക്കുന്നത്. അപ്പോൾ അതിനുശേഷം കേന്ദ്ര സർക്കാർ ഒരു റൂളിംഗ് കൊടുത്തു മൊബൈൽ കമ്പനികൾക്ക്, നിങ്ങൾ ഈ പറയുന്ന ഫെസിലിറ്റി 30 ദിവസം ആക്കണം. ഇത് 28 ദിവസം ആക്കുന്നതോടുകൂടി മൊബൈൽ കമ്പനികൾ ചെയ്യുന്ന ഒരു ബുദ്ധിപരമായൊരു പരിപാടിയുണ്ട്. കാര്യം നമ്മൾ മാസത്തിൽ ഒരു റീചാർജ് ആണല്ലോ നമ്മുടെ കയ്യിലുള്ള 30 ദിവസം. അങ്ങനെ വെക്കുമ്പോൾ 12 പ്രാവശ്യം ഒരു വർഷം റീചാർജ് ചെയ്താൽ മതി. ഇപ്പൊ 28 എന്നുള്ളത് 12 13 ആക്കും. മനസ്സിലായി.
ഓരോ മാസം ഒന്നെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം വെച്ച് ഓരോ മാസം 2 പ്രാവശ്യം ചാർജ് ചെയ്യേണ്ടി വരും, ഓരോ പ്രാവശ്യം പിടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു മാസത്തെ റീചാർജ് പൈസ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഇവർക്ക് അങ്ങ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ 28-30 ദിവസം ആ 2 ദിവസത്തെ ഗ്യാപ്പിൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ 2 പ്രാവശ്യം ചാർജ് ചെയ്യേണ്ട, ആ എമൗണ്ട് അങ്ങ് കൂട്ടിയാൽ മതിയല്ലോ. അല്ല, അത് എമൗണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ അയ്യോ റേറ്റ് കൂട്ടിയെന്ന് പറഞ്ഞ് ഇവിടെ പ്രശ്നം ഉണ്ടാകുമല്ലോ. ഇതിപ്പോൾ ഒരു സിനിമയിലെ രംഗം ഞാൻ സാന്ദർഭികവശാൽ പറയാം. നമ്മുടെ ദിലീപ് അഭിനയിച്ച എൻ്റെ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി, മറ്റേ കിങ് ലെയർ, നമ്മുടെ സിദ്ദിഖ്. അപ്പോൾ അതിൽ ദിലീപ് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്, അതായത് വില കൂട്ടാൻ പാടില്ല എന്നാൽ ലാഭം കൂട്ടുകയും വേണം. ഒരു ടൂത്ത് പേസ്റ്റ് എങ്ങനെ ചെയ്യാം? അപ്പോൾ അദ്ദേഹം കണ്ടെത്തുന്ന ഒരു മാർഗ്ഗം അതിൽ ട്യൂബിൻ്റെ ദ്വാരം ഇത്തിരി വലുതാക്കുക. അപ്പോൾ ആളുകൾ കൂടുതൽ ഉപയോഗിക്കും. അപ്പോൾ മാസത്തിൽ ഒരു ടൂത്ത് പേസ്റ്റ് വാങ്ങുന്നതിന് വരെ 2 എണ്ണം വാങ്ങിക്കും. അപ്പോൾ ലാഭം കൂടിയല്ലോ. ഇതേ രീതിയിലുള്ള പരിപാടിയാണ് മൊബൈൽ കമ്പനിക്കാരും ചെയ്തത്. അപ്പോൾ അതിനെതിരെ ഇപ്പം നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ പല കമ്പനികളും ഇപ്പോഴും 2G എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ എയർടെല്ലിൻ്റെ കാര്യം തന്നെ എടുക്കാം, 199 രൂപയുടെ പ്ലാൻ 2Gക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ മസാല ദോശയ്ക്കൊപ്പം വട ഫ്രീ എന്ന് പറയുന്ന പോലെ അതിൻ്റെയും കൂടെ ഒരു ബേസിക് ഇന്റർനെറ്റ് പാക്കും കൂടി അതിനും കൂടി നമ്മൾ അറിഞ്ഞോ അറിയാതെ ഇപ്പോഴും കാശ് മുടക്കിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ മൊബൈൽ കമ്പനികൾ നമ്മളെ പിഴിയാൻ പോകുന്നത്. അവർ പറയാൻ ന്യായങ്ങളുണ്ട്, പക്ഷെ ഇന്നത്തെ കാലത്ത് എത്ര ചാർജ് കൂട്ടിയാലും ഇപ്പോൾ ജീവശ്വാസം പോലെ തന്നെ ആളുകൾക്ക് ഇന്റർനെറ്റ്, നമ്മൾ ചില യുദ്ധ സാഹചര്യങ്ങൾ ചില സ്ഥലങ്ങളിൽ വാർത്തകൾ നമ്മൾ കാണുക, അടിയന്തര സാഹചര്യത്തിൽ നെറ്റ് കട്ടാക്കി എന്ന് പറയും. അതെ അതെ അതെ. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് ശ്വാസം മുട്ടി എന്നുള്ള രീതിയിൽ. അത് മാത്രമല്ല, യുദ്ധ സാഹചര്യത്തിൽ നെറ്റ് കട്ടാക്കുന്നത് മറ്റേ വ്യാജ പ്രചാരണങ്ങൾ ഒഴിവാക്കുക, അതിനൊക്കെ ഉദ്ദേശിച്ചു കൂടി തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഒരു ദിവസം തള്ളി നീക്കണമെങ്കിൽ കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ഫോൺ കയ്യിലില്ലെങ്കിൽ പറ്റത്തില്ല. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എത്ര ചാർജ് കൂട്ടിയാലും മൊബൈൽ കമ്പനികൾ എന്താ തരിക, അത് വാങ്ങിക്കുക, അല്ലാണ്ട് നിർവാഹമില്ല. ഏതായാലും തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ വാതകത്തിന്റെ വില, പെട്രോളിന്റെ വില, ഡീസലിന്റെ വില, ഇനി അതിന്റെ കൂടെ ഇതും കൂടെ ഇനി നമ്മൾ സഹിക്കാനായിട്ടുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക. 12 മുതൽ 15% വരെ വർധനമാണ് ഉണ്ടാവും. അതായത് 100 രൂപ മുടക്കിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് 115 രൂപ മുടക്കേണ്ടി വരും. അതെ, ഒരു വർഷം ആകുമ്പോൾ ഏകദേശം നല്ലൊരു എമൗണ്ട് ആവും.